പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 6:30. കോട്ടയത്തിനടുത്തുള്ള മലരിക്കൽ ആമ്പൽ വസന്തത്തിന്റെ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം പട്ടണത്തിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൂറിസം ഗ്രാമമാണ് മലരിക്കൽ. കോട്ടയം ഭാഗത്തു നിന്ന് ഇവിടേക്ക് വരുന്നവർക്ക് കോട്ടയം കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ പാലം കടന്നാൽ ഇടതുവശത്തേക്ക് തിരിയുന്ന തിരുവാർപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് മലരിക്കലെത്താം. കോട്ടയം KSRTCയിൽ നിന്നും മലരിക്കലേക്ക് ഏകദേശം 9 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതേപോലെ വൈക്കം ചേർത്തല ഭാഗത്തുകൂടി വരുന്നവർക്ക് ബണ്ട് റോഡിൽ നിന്ന് കുമരകം കോട്ടയം റൂട്ടിൽ ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇല്ലിക്കൽ കവലയിലെത്തി വലത്തോട്ട് തിരിഞ്ഞാൽ ഇവിടെ എത്താം. പതിവ് പോലെ തന്നെ അതിരാവിലെ സന്ദർശകരുടെ തിരക്കും വ്യത്യസ്തങ്ങളായ ബോട്ടുകളും വഞ്ചികളും ഇവിടെ കാണാവുന്നതാണ്. പ്രധാനമായും ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നിങ്ങനെ 3 മാസക്കാലമാണ് മലരിക്കലെ ആമ്പൽ പൂക്കളുടെ ഉത്സവകാലം. വലിയ പണച്ചെലവില്ലാതെ 100 രൂപയ്ക്ക് വേണമെങ്കിലും ആമ്പൽപ്പാടത്തിലൂടെ വഞ്ചിയിൽ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിച്ച് ഒരാൾക്ക് തിരിച്ചു പോകാമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റിയ ചെറിയൊരു വഞ്ചിയാണ് തിരഞ്ഞെടുത്തത്. സാധാരണ കാഴ്ചകൾ ചുറ്റിക്കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ദൂരവും സമയവും ചിത്രീകരണത്തിന് ആവശ്യമായി വരുമെന്നതിനാൽ മിനിമം ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടി വന്നു. ചുരുക്കത്തിൽ നമ്മളുടെ ആവശ്യവും ആളെണ്ണവുമാണ് ബോട്ട് യാത്രയുടെ ചാർജ് നിർണ്ണയിക്കുന്നത്. വേണമെങ്കിൽ ചെലവ് ചുരുക്കാം, അതല്ല എങ്കിൽ അടിച്ചു പൊളിക്കാം. അതിനനുസരിച്ച് ചിലവ് കൂടുമെന്ന് മാത്രം. ചുവന്ന ആമ്പൽ മാത്രമല്ല, ഇടയ്ക്ക് ഇങ്ങനെ വെള്ളാമ്പലിനെയും ഇവിടെ കാണാം. എണ്ണത്തിൽ പക്ഷേ വളരെ കുറവാണെന്ന് മാത്രം. അതെല്ലേ, പൂവുണ്ട്, അതിന്റെ പൊടിയുണ്ട് അതിനകത്ത്. ഇതിനെ വിരിഞ്ഞ് വരുന്നതിന് ഒരു ദിവസം മറ്റൊന്ന് അത് പൊടി കാണുക. ആ പൊടി കാറ്റിട്ട് പോകും. മലരിക്കൽ ആമ്പൽപ്പാടത്തിനെ കുറിച്ച് മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾ അടുത്തുള്ളയാളായാലും ശരി അകലെയുള്ളവർ ആയാലും ശരി
ഇവിടേക്ക് വരാൻ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യം രാവിലെ 6-നും 9-നും ഇടയിലായി ഇവിടെ വന്നെത്തുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യണമെന്നതാണ്. കാരണം ഈ 3 മണിക്കൂർ സമയത്താണ് പൂർണ്ണമായും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ മനോഹര കാഴ്ച ഇവിടെ കാണാനാവും. വെയിൽ കടുക്കുന്നതോടെ വിരിഞ്ഞു നിന്ന പൂവുകൾ വാടി കൂമ്പിപ്പോകുമെന്നതിനാൽ സമയം തെറ്റി വരുന്നവർക്ക് പാടത്തിലൂടെ വിയർത്തൊലിച്ചൊരു വള്ളസവാരി നടത്തി തിരിച്ചു പോകാമെന്നല്ലാതെ വിടർന്നു നിൽക്കുന്ന ഒരു പൂവിനെ പോലും കണ്ടാസ്വദിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നട്ടുച്ചയിലും നല്ലത് വൈകുന്നേരം തിരഞ്ഞെടുക്കുന്നതാണ്. ഗ്രാമീണ ടൂറിസത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, വളരെ നല്ല ഒരു സമീപനമാണ് ഇവിടെ വന്നെത്തുന്നവരോട് പ്രദേശവാസികൾ പ്രകടിപ്പിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതില്ലാത്തപ്പോ എന്താ വേറെ എന്താ പരിപാടി? കൃഷിയുണ്ടല്ലേ? ഇവിടെ തന്നെയാണ്. അത് ശരി. എന്ത് നെല്ല അത്? എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോവും. അതെ അല്ലേ? അതെന്താ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊക്കത്താഴ്ചയുണ്ട്. അല്ല, അതുകൊണ്ട് ഈ കൃഷിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചേ. വെറൈറ്റി ഐറ്റം എന്ന് കണ്ടകം. അതെ അല്ലേ? വലിയ മല ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊക്കുക ആവശ്യം. ഫോട്ടോ എടുക്കാൻ ഒന്ന് കാണിച്ചാൽ. ഓ, ഇതാണ് സാധനം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നടക്കുന്ന വാള കുഞ്ഞുങ്ങളെ താമസം. അത് ശരി. ഓക്കെ ഓക്കെ. തന്നെ ഉള്ളോണ്ട് മറ്റവനില്ല വരുന്നില്ല. അങ്ങനെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മളും കടക്കുകയാണ്. അതിനിടയിൽ നിരനിരയായി കടന്നു വരുന്ന പുതു ബോട്ടുകളും സന്ദർശകരും നമ്മളെ കടന്നുപോയി. ഈ 3 മാസക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺമുന്നിൽ കളർഫുള്ളായ കാഴ്ചയുടെ വസന്തമാണെങ്കിൽ ഇവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചെറുതെങ്കിലും വരുമാനത്തിനുള്ള ചെറിയൊരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രാമീണ ടൂറിസങ്ങളെ തങ്ങളാലാവും വിധം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി, നല്ല നമസ്കാരം.